കഴിഞ്ഞ വീഡിയോയിൽ വിരിപ്പാറ നിങ്ങൾ കണ്ടു. വിരിപ്പാറയുടെ ഇടയിൽ നിങ്ങളൊരു മല ശ്രദ്ധിച്ചു കാണും. ഇന്ന് ആ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വൈബർ വീൽസ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതാ കാണുന്ന മലയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് ചെല്ലാം. അപ്പോൾ സമയം ഏകദേശം ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് അവിടെ ടോപ്പിലെത്തണം. അത് നിങ്ങളെന്തായാലും ഞാൻ കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ അരുവികളും ഒക്കെ ഇങ്ങനെ ഒഴുകുന്നൊക്കെ കാണാം. നല്ല ഭംഗിയായിരിക്കും. വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ആ സൈഡിൽ നിന്ന് വന്നു, ഇതിൽ കയറി ഇപ്പോൾ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ സൈഡിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ പോണത് ആ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഉള്ളത്. അപ്പോൾ നമ്മൾ മലയുടെ താഴ്ഭാഗത്തെത്തി. അപ്പോൾ മല കയറാൻ പോവാണ്. അപ്പോൾ എന്തായാലും അത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, മൊത്തത്തിൽ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഏഴാറ്റുമുഖം കുരിശുമല കുറച്ചങ്ങോട്ട് കയറിക്കിട്ട് ഒരു കാമല എന്ന് പറയുന്ന പോലെ കുറച്ച് കയറി. ഇനിയുണ്ട് കയറാൻ. കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇത്തിരി കുത്തനെയുള്ള മലയായതുകൊണ്ട് പയ്യെ പോരണം. അതുപോലെ തന്നെ ഇത് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കുറച്ച് ബാഗിൽ വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് കയ്യിൽ പിടിച്ചു. കാരണം മലയല്ലേ. ഞാനത് എടുത്തില്ല. ആക്ച്വലി കയറി കഴിഞ്ഞ ശേഷമാണ് ഞാൻ മൈൻഡിൽ വന്നത്. എനിക്കിപ്പോൾ താഴത്തേക്ക് ഇറങ്ങുന്നത് സുഖമുള്ള പരിപാടിയല്ല. അപ്പം എന്തായാലും ഇനി മല കയറിയിട്ട് അവിടെ കാണാം. കുറച്ച് പേർത്തുണ്ട് മല കയറുന്നുണ്ട്. പാവം. കുറച്ച് നേരത്തേക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു. കാരണം നല്ല പരന്നൊരു പ്ലേസ് കിട്ടി. കുറച്ച് സന്തോഷമായിരുന്നു. ഇനിയും മല തന്നെ. അപ്പോൾ കയറാം. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ മലയുടെ മുകളിലെത്തി. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ മലയുടെ മുകളിലേക്ക് വന്ന് വ്ലോഗ് ചെയ്യാൻ കാരണമുണ്ട്. ഒരു നല്ല മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചാൽ അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കയറി ഇവിടെ വ്ലോഗ് ചെയ്യുന്നത്.
നേരം മുമ്പ് എന്നെ അവിടെ വെച്ചായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഞാൻ അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഈ മലയിൽ കയറിയാൽ ഇന്നത്തെ ഒരു വൈബ് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. ഈ സ്ഥലങ്ങൾ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവുക, പക്ഷെ നിങ്ങൾ അകലുള്ളവർക്ക് ഈ സ്ഥലം ചിലപ്പോൾ പരിചയത്തിലുണ്ടാവില്ല. അതായത് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാല് വഴി ഒഴുകി വരുന്ന ഈ ചാലക്കുടി പുഴ, ഇതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ തന്നെ വരണം. കാരണം ഈ ടോപ്പ് വ്യൂവിൽ നമുക്ക് എല്ലാം കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും മലയും അതേപോലെ തന്നെ ഈ മേഘവും പുഴയും അതുപോലെ തന്നെ ആ ഒരു വെള്ളം ഒഴുകുന്ന ശബ്ദവും എല്ലാം ഇവിടെ കേൾക്കും. നമുക്ക് എന്ത് രസമാണെന്ന് അറിയും ഇവിടെ വരുന്ന കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ വരണം. ഞാൻ പ്രത്യേകം പറയാണ്, തൊട്ടടുത്ത് തന്നെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. അതിൽ കുളിച്ച് തിമിർത്താടി നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഇവിടുന്ന് പോവാം. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് നമുക്ക് ഇറങ്ങിയിട്ട് ഈ വഴി കൂടെ പോരണം. പോന്നിട്ടാണ് നമുക്ക് ഈ മലയിലേക്ക് കയറാൻ പറ്റുന്നത്. അതുകൂടാതെ നിങ്ങൾ വണ്ടിയിൽ വരണമെങ്കിൽ വാഴച്ചാലക്ക് വരാനുള്ള വഴി നമ്മുടെ ഇവിടുത്തെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൽ കുറച്ച് വളഞ്ഞു വരണമെന്നുള്ളൂ, എന്നാലും എളുപ്പമായിട്ട് വണ്ടിയിലൊക്കെ സുഖമായിട്ട് വരാം. നല്ല റോഡൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും ഇതിലെ വരുന്ന പ്രത്യേക രസമാണ്. നമ്മുടെ പുഴ കടന്ന് മലയിലേക്ക് കയറി വരാം. അതുപോലെ തന്നെ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നിങ്ങൾ വെള്ളമൊക്കെ വാങ്ങിക്കുക, അതുപോലെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് മലയൊക്കെ കയറി വരാം. ഇവിടുന്ന് എൻജോയ് ചെയ്യുക, വ്യൂ ഒക്കെ കാണാം. നിങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ഇടരുത്. അത് മല കയറി വരുമ്പോഴും ഇടരുത്. കാരണം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രകോപനമായി പോകും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങളത് കഴിക്കുക, അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് കയ്യിൽ കരുതുക. എന്നിട്ട് നിങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കിറ്റിൽ ഇട്ടിട്ട് ഈ മല ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാവും, അവിടെ വേസ്റ്റ് ബിന്നിൽ ഇട്ട് പോവാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ച ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പ്രത്യേകമായി നിങ്ങളത് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ അത് തീർച്ചയായും നിങ്ങൾ നെക്കി പൊട്ടിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ നല്ലൊരു കാഴ്ചയുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.